എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് സ്വാഗതം. നമ്മളെപ്പോഴും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. അതായത് ഈ വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ തേർഡ് സ്റ്റേജ് അതുപോലെ തന്നെ വരാനിരിക്കുന്ന LDC പോലുള്ള എക്സാമിന് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ട്, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഒരു എക്സസൈസ് നടത്തുന്നത്. അപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റാണ് ഉള്ളത്. അതിനുള്ള ഓപ്ഷൻസും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സ്പോസാറ്റ് എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് ഈസ് ലോഞ്ച്ഡ് ബൈ നാസ എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. 2 എസ് സോമനാഥ് ഈസ് ദി ISRO ചെയർമാൻ എന്നാണ് രണ്ടാമത്തത്. 3 ISRO ഫോംഡ് ഓർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1962 എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. 4 നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന പുസ്തകം ഇറ്റ് ഈസ് റിട്ടൺ ബൈ ബെന്യാമിൻ എന്നാണ്. ഈ 4 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എക്സ്പോസാറ്റ് എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് ഈസ് ലോഞ്ച്ഡ് ബൈ നാസ ശരിയാണോ? തെറ്റാണല്ലേ. എന്തുകൊണ്ടത്? ISRO ആണ് ഈ പറഞ്ഞ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 2 എസ് സോമനാഥ് ഈസ് ISRO ചെയർമാൻ ആണോ? അത് ശരിയാണല്ലേ. 2 ശരിയാണ്. എസ് സോമനാഥ് ഈസ് ദി ISRO ചെയർമാൻ. നമ്മൾ സ്റ്റാറ്റിക്കായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും വലിയ ഓർഗനൈസേഷൻസും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ചെയർമാൻസും ഹെഡും അതുപോലെ തന്നെ അതിൻ്റെ എന്താ പറയുക ഇൻചാർജുള്ള ആൾക്കാരുടെയും പേരുകൾ നമ്മൾ പഠിക്കാറുണ്ട്. ചീഫ് മിനിസ്റ്റേഴ്സ് പഠിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് കിട്ടുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. 3 ISRO വാസ് ഫോംഡ് ഓർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1962. ഒരുപാട് ഓർഗനൈസേഷൻ്റെ ഫൗണ്ടിങ് ഇയേഴ്സ് പഠിക്കുന്നത് കൊണ്ട് തന്നെ കൺഫ്യൂഷൻ ആവരുത്. ISRO 1962 അല്ല 1969 ആണ്. ഓർത്ത് വെക്കണം. നിലാവ് കുടിച്ച സിംഹങ്ങൾ ആരെഴുതിയാണ്? ബെന്യാമിനാണോ? അല്ല, അത് എസ് സോമനാഥാണ് എഴുതിയത്. അപ്പോൾ ഇതിൽ 1 തെറ്റാണ്, 2 ശരിയാണ്, 3 ISRO ഫോംഡ് ഓർ എസ്റ്റാബ്ലിഷ്ഡ് 1962 അതും തെറ്റാണ്, 4 ഈ പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്ന ആരാണ്? എസ് സോമനാഥ്. നിലാവ് കുടിച്ച സിംഹങ്ങൾ എഴുതിയിരിക്കുന്ന എസ് സോമനാഥാണ്. അപ്പോൾ ഇതിൽ 2 മാത്രമാണ് ശരിയായിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ആണ്, ഓൺലി 2. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ഇത് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം നമുക്ക് ഒരു എന്താ പറയുക നോവലിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കൃതിയെ ഓട്ടോബയോഗ്രഫിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റാറ്റിക്കാണ്. ISRO സ്റ്റാറ്റിക്കാണ്. എസ് സോമനാഥ് ആക്ച്വലി കറണ്ട് അഫയേഴ്സ് ആണ്. ഇൻ ദ സെൻസ് ലൈക്ക് അതും സ്റ്റാറ്റിക് GK ആയിട്ട് കൺസിഡർ ചെയ്യുക. കറണ്ട് അഫയേഴ്സ് അല്ല, എക്സ്പോസാറ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇത് അനലൈസ് ചെയ്ത് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഓപ്ഷൻ നോക്കിയിട്ടും ചെയ്യാം, പക്ഷെ എന്നാലും നമുക്ക് കൺഫ്യൂഷൻ തരുന്നൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ ഫോളോ ചെയ്യുക. ബൈ, ടേക്ക് കെയർ.